ആരോ ഒന്നോ രണ്ടോ പേര് രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭൂകമ്പം സൃഷ്ടിക്കുമ്പോൾ എല്ലാ പാർട്ടികളിലും ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എലക്ഷൻ എന്താ ചർച്ച ചെയ്യുക? ഞാൻ പറയുന്നത് ഇതൊക്കെ എലക്ഷൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ തെറ്റുകൾ, സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ കുറ്റങ്ങൾ. ഇപ്പോൾ പാലക്കാടൊക്കെ ആണെങ്കിൽ അവിടുത്തെ കർഷകർ പറയുന്നത് എന്താ അറിയോ? ഞങ്ങളുടെ കാര്യം ആരും നോക്കുന്നില്ല. കാരണം അത് നോക്കാനല്ലോ നേരം. ഇവിടെ മറ്റ് പല വിഷയങ്ങളിലേ ചർച്ച ചെയ്യുന്നത്. പാലക്കാട് കർഷകർ നെല്ല് സംഭരിച്ച് കിളിർത്തു തുടങ്ങിയിട്ട് പോലും അവർക്ക് കാശ് കിട്ടിയില്ല. കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയല്ലേ ഇലക്ഷൻ പറയണ്ടേ? പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ഇന്നാൾ രാജിവെച്ചോ, ഇവിടെ നിന്ന് ഇന്നാൾ രാജിവെച്ചു എന്നുള്ള ചർച്ചയല്ലേ. അപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോവുക. അതാണ് ഞങ്ങളുടെ പരാതി. പാലക്കാട് ഷാഫി പറമ്പിൽ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വിഭാഗത്തിന്റെ ആരോപണം. പാലക്കാട് ഷാഫി പറമ്പിൽ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉയരുന്നത്. ഇല്ല, അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ വർക്ക് നടക്കുന്നത്. അവിടെ MP ആയിട്ടുള്ള ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ്, UDF ഈ സംവിധാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാലക്കാടിന്റെ ചുമതല താങ്കൾക്കാണ്. ഇപ്പം ഈ കോൺഗ്രസ് യൂണിയന്റെ അടിയൊഴുക്ക് പ്രവർത്തകർ പോകുന്നു, അതൊക്കെ ബാധിക്കില്ല തെരഞ്ഞെടുപ്പിൽ? ഇല്ല, അത് 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോക്കൽ ബോഡിയുടെ ചർച്ചയിലേക്ക് കടക്കും. അത് ഉടനെ അതിൻ്റെ വർക്ക് ഒരു റൗണ്ട് ഞാൻ പൂർത്തിയാക്കിയതാണ്. പക്ഷേ അപ്പോഴേക്കാണ് ബൈ ഇലക്ഷൻ വന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കും. ചിഹ്നങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്കൊക്കെ എന്താ പ്രസക്തിയുള്ളത്? പക്ഷേ ആ ചിഹ്നത്തിൻ്റെ ഒരു കുഴപ്പം, പല CPM നേതാക്കന്മാർക്ക് ചിഹ്നം പറയാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാവുന്നില്ല, അവർ പരാതിയുണ്ട്. അത്രയേ ഉള്ളൂ. അത് അവരുടെ ആഭ്യന്തര കാര്യം, ഞങ്ങൾക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായി സ്ഥാനാർത്ഥിയെക്കുറിച്ചോ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനെക്കുറിച്ചോ ഒന്നും ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതാ ഞാൻ പറഞ്ഞത്. 10-11 ഉണ്ട്. അല്ല, എന്തായാലും ഒരു മറ്റേ ഒന്നെന്ന് മറ്റേലേക്ക് ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്. പിന്നെ എന്തിനാ വെറുതെ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുന്നത്? പാർട്ടി ജനാധിപത്യ പാർട്ടി അതിന് പ്രശ്നം ഉണ്ടാവും. പിന്നെ നിങ്ങൾ സന്ദീപ് വാര്യർ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണോ?